സ്കൂൾ കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രിയിൽ ഇപ്പം പിടിച്ച് കാണുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ശരി, ചെന്താമരൻ ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടില്ല. കേരളം ഈ കരച്ചിൽ കേരളത്തിലെ ഒരു മനുഷ്യർക്കും ഹൃദയമുള്ള ആർക്കും ഇത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, കേട്ടിരിക്കാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ എല്ലാവർക്കും അറിയാം നെന്മാറയിലെ ഡബിൾ കൊലപാതകം ചാനലുകളിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസായി വരികയാണ്. നെന്മാറയിൽ ഗൃഹനാഥനെയും അമ്മയെയും കൊലപ്പെടുത്തി. നെന്മാറ സ്വദേശി ചെന്താമരനാണ് രണ്ടുപേരെ വെട്ടിക്കൊന്നത്. ഇയാളുടെ അയൽവാസികളായ സുധാകരൻ, അയാളുടെ അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരനും അവരുടെ അമ്മ ലക്ഷ്മിയുമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊന്നത് കേസിലെ പ്രതിയാണ് ചെന്താമരൻ. ഇവർ അയൽവാസികളാണ്. ഈ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള അയൽവക്കത്തെ തർക്കമാണ് ഇതിന് കാരണം എന്നൊക്കെയാണ് ചാനലുകളിൽ ആദ്യം വന്ന ന്യൂസ്. എന്നാൽ ഇതൊന്നും അല്ല ഇതിൻ്റെ കാരണം. ഇയാളൊരു അന്ധവിശ്വാസിയാണ്. ഇയാൾ തൃശ്ശൂരിലെ ഒരു മന്ത്രവാദിയുടെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. മുടി നീട്ടി വളർത്തിയ ആളുകളെ ഇയാളുടെ മനസ്സിൽ അവരെ ശത്രുക്കളായിട്ടാണ് അയൽവാസികളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ എല്ലാം കാണുന്നത്. ആ കൂട്ടത്തിൽ ഈ സജിതയ്ക്ക് മാത്രമല്ല പിന്നെ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്, പലരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ സജിത കൊലപ്പെടുത്തിയ ശേഷം 2019 മുതലാണെന്ന് തോന്നുന്നു ഇയാൾ ജയിലിലായിരുന്നു, ജാമ്യത്തിലിറങ്ങി. പക്ഷേ ഇയാളുടെ മനസ്സിലെ ഈ മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇയാൾ വ്യതിചലിക്കാൻ ഈ ജയിൽവാസം അയാളെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇവർ പറയുന്നുണ്ട്. ഡിസംബർ 28 മറ്റോ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ജീവന് ഭീഷണിയാണ്. അവരുടെ അമ്മ പോയി. ഇനിയുള്ളത് അച്ഛനാണ്. അച്ഛൻ അവിടെ ദൂരെ നിന്ന് എന്തോ ഒരു തിരുപ്പൂരോ മറ്റു ജോലിയാണ്. ശനിയാഴ്ചകൾ ഒക്കെ വന്ന് ഞായറാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് പതിവ്. അങ്ങനെ വന്ന ഒരു മനുഷ്യനാണ് അവിടെ. ആ വീട്ടിൽ താമസിക്കാൻ ഈ കുട്ടികൾക്ക് പേടിയാണ്. ആ വിവരം പറഞ്ഞ് പോലീസിന് അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. 2 ദിവസത്തേക്ക് എല്ലാ പ്രശ്നങ്ങളും തീരും, നിങ്ങൾ ഇത് കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് ആ കേസ് മുഖവിലക്കെടുക്കാതെ, ഇതൊരു വിമർശനമായിട്ടല്ല കണ്ടത്. ഈ കുടുംബത്തിൻ്റെ കണ്ണീര്, ഇതുപോലെ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് കേരളത്തിൽ. ഓരോ ദിവസവും നമ്മൾ ചാനലിലൂടെയും പേപ്പറിലൂടെയും ഏത് മീഡിയയിലൂടെ എല്ലാം നമ്മൾ കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാണ് കുറേ ദിവസങ്ങളായിട്ട്. കഴിഞ്ഞ ദിവസത്തെ തിരുവനന്തപുരത്തെ കൊലപാതകം അറിയാം. ഒരു തിരുമേനിയുടെ ഭാര്യയെ, അതൊരു പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ പേരിലാണ് ഇപ്പം ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള പല പല കാരണങ്ങളുണ്ട്. ഇവരെല്ലാം ജയിലിലായി കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ ഇത്ര വർഷം കഴിയുമ്പോൾ അവർക്ക് നിയമപരമായുള്ള ജാമ്യം കൊടുക്കും. പക്ഷേ ഇവരുടെ സ്വഭാവത്തിലുള്ള കാര്യം എന്ന് ആരും പരിശോധിക്കാതെയാണ് ഈ ജാമ്യം ഇവർക്ക് കൊടുക്കുന്നത്. ഈ കേസിൽ, നെന്മാറയിലെ ഈ കേസിൽ ഒരു മന്ത്രവാദിയുടെ പങ്ക്. ചെന്താമരനെ പിടിക്കും. ഇപ്പം ഇന്നലെ രാത്രി നാടളകിയിരിക്കുകയാണ്. കുട്ടികൾ സഹിതം മൊബൈലുമായി ഓടിമറഞ്ഞ ആളിനെ തപ്പി നടക്കുകയാണ്. ഇപ്പം ഇന്ന് പിടിക്കും. പക്ഷെ അതല്ല പ്രശ്നം. ഈ ഒരു കാര്യത്തിൽ ഉണ്ടായ നിലപാട് നീതിയുക്തമാണോ? അതുപോലെ തന്നെ ഈ മീഡിയ എല്ലാം പറയുന്നു ചെന്താമരൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചെന്താമരൻ്റെ കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ മന്ത്രവാദി തൃശ്ശൂരിൽ ഒരു പ്രശസ്തനായ മന്ത്രവാദിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ മീഡിയയ്ക്ക് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഈ മന്ത്രവാദിയുടെ ന്യൂസ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അവരത് ചെയ്യുന്നില്ല. അവർക്കെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് എന്നും പറഞ്ഞ്
ഇവരുടെ എല്ലാം രോദനങ്ങൾ വെച്ച് മുതലാക്കുന്ന ചാനലുകൾ, ഈ മീഡിയ ഇത്രയും നെറ്റ്വർക്കുള്ളവർക്ക് ആ മന്ത്രവാദിയെക്കുറിച്ച് അന്വേഷിക്കാനോ ഇപ്പോൾ പിന്നെ എത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഓരോ ചാനലും ചെയ്യുന്നു, എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഈ അവസാന നിമിഷത്തിൽ പോലും അത് പുറത്തു കൊണ്ടുവരാൻ അവരും തയ്യാറാകുന്നില്ല. ഇവിടെ ഒറ്റയ്ക്കിരിക്കണേക്കാട്ടി നല്ല ജയിലിൽ സാമ്പാർ ചോറ് എല്ലാം കിട്ടുമല്ലോ, അതെല്ലാം അയാൾക്ക് നല്ലത്. ഓരോരുത്തരെ കൊല്ലാടെ പോയി ഇരിക്കുക. പോലീസ് സൂപ്പർ. ആ കുട്ടികൾ പോലീസിനെ കുറ്റപ്പെടുത്തുന്നു. അവർക്ക് ഇത്രയും സത്യം പറഞ്ഞ ഈ പെൺകുട്ടികൾ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ അവർക്കുള്ള ഒരു ശക്തി കിട്ടി എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ കൂട്ടുള്ള മനുഷ്യൻ ആരായാലും ഹൃദയം തകർന്നു പോകും, ജീവച്ഛമായി പോവും. നമുക്കൊരു കരയാനുള്ള ശക്തി പോലും കിട്ടത്തില്ല. പക്ഷെ അവരുടെ ആ ഒരു മനസ്സിലെ വികാരം അവർ പറയുന്നല്ലോ എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ അതിശയം. അത്രയും പറയാനുള്ള ശക്തി അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് വലിയ അതിശയമാണ്. ഇവര് ആ വീട്ടിൽ താമസിക്കാൻ വയ്യായി, കുട്ടികൾക്ക് പേടിയാണ്. അതുപോലെ ആ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ഒരു സ്വാഭാവിക നടപടി. 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇവർ സസ്പെൻഷൻ കൊടുക്കും, അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറിൽ ഒതുങ്ങും. ഈ നടപടികൾ അത് ജനത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും ചെയ്യണ്ടേ, അതിനു വേണ്ടിയുള്ളൊരു നടപടി. പക്ഷെ നമ്മളിത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ സമൂഹത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും ലഹരിക്കടിമപ്പെട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ, അതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, പിന്നെ പ്രേമം നടിച്ച് നടക്കുന്ന കൊലപാതകങ്ങൾ, ഫാമിലിയിലുണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു. ഇത് നിരന്തരം കേട്ട് മടുത്തു. ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. ഇയാളെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും യാതൊരു അഭിപ്രായവുമില്ല. ഇയാളുടെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ഇയാളുടെ ഒരു സൈക്കോയാണ് ഇയാളുടെ മനസ്സിൽ കിടക്കുന്ന പല കാര്യങ്ങളും നിഗൂഢമായി ഇയാളുടെ മനസ്സിൽ അതങ്ങനെ ഒരു മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചെന്താമരനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രവാദിയിലേക്ക് അന്വേഷണം കൊണ്ടുണ്ട്. ഇതുപോലുള്ള നമുക്കറിയാം, പിന്നെ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന ഒരു കൊലപാതകം, ഒരു കൊലപാതകമല്ല, മോഷണ ശ്രമത്തിൽ ആ വീട്ടിലെ വീട്ടമ്മ തന്നെ ഡോറ് തല്ലിപ്പൊളിച്ച് വെച്ചിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇത് വന്നപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞതാണ്, അവിടെ പൈസ ഇരിക്കുന്ന ദോഷമാണ്, ഉസ്താദ് പൈസ എല്ലാം അടിച്ചു മാറ്റി. അപ്പോൾ ഇതുപോലുള്ള പ്രവണതകൾ നമ്മുടെ കേരളത്തിൽ അനുദിനം, നമ്മൾ ഈ നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഡിജിറ്റൽ യുഗത്തിൽ നമ്മളെല്ലാവരും അങ്ങേയറ്റം കേരളം സാക്ഷരത നേടി എന്നൊക്കെ പറയുമ്പം ഈ ഒരു കാര്യത്തിൽ മാത്രം യാതൊരു സാക്ഷരതയും ഇല്ലേ? ഇതിനെതിരെയാണ് സർക്കാരൊന്നും മാത്രം ശ്രമിച്ചിട്ട് കാണുള്ളൂ. നമ്മുടെ സമൂഹം, രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണം സീറ്റ് ഉറപ്പിക്കാൻ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് മുതൽ അങ്ങേയറ്റം വരെയുള്ള പാർട്ടി തലത്തിലെ അവരുടെ സീറ്റ് ഉറപ്പിക്കൽ, ഭരണതലത്തിലുള്ള സീറ്റ് ഉറപ്പിക്കൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇവരൊക്കെ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഈ രാഷ്ട്രത്തിന് നന്മയാണ്, അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ്, ഇപ്പോൾ ചെന്താമരനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനം അവിടെ ഒരു നടക്കും. അല്ലെങ്കിൽ പിന്നെ UDF ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ LDFൻ്റെ ഒരു ബഹളം ഉണ്ടാക്കും, ഒരു ജലപീരങ്കി, ഇതൊക്കെ ഒതുങ്ങും. അതൊന്നുമല്ല കാര്യം, അതൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടികൾ ഈ സാഹചര്യത്തിലുണ്ട്. നമുക്ക് ജീവനുണ്ടെങ്കിലേ ഉള്ളൂ ഈ ആൾക്കാർക്ക് ഈ വോട്ട് ചെയ്യാൻ പോകാൻ പറ്റുന്നത്. ഈ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. അതിനുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം. ഇപ്പം നമുക്കറിയാം, പഞ്ചായത്ത് തലത്തിൽ ഈ തൊഴിലുറപ്പ് സംഘങ്ങൾ, അതുപോലെ ADS, മറ്റേ മറിച്ച് ഇങ്ങനെ കുറേ ഇവരിൽ ഇതുപോലുള്ള അവരവരുടെ വാർഡുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ
ശല്യമുള്ളവർ, അതുപോലെ ഡ്രഗ്സ് അടിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ഇതിനൊക്കെ വിവരം കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ഈ ചെറിയ തലത്തിൽ, ഗ്രാമതലത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേയെങ്കിലും ഇതിനൊക്കെ ഒരു നിയമപരമായ കാര്യങ്ങളിൽ കുറേയൊക്കെ ഇടപെടൽ നടത്തി ഇതിനൊക്കെ ഒരു തടയിടാൻ പറ്റും. ഇയാളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ വളരെ വിചിത്രമാണ്. വീഴ്ത്തി പിടഞ്ഞു മരിക്കുന്നത് പതറാതെ നോക്കി നിൽക്കുന്ന ക്രിമിനൽ സൈക്കോപാത്ത്. ചുറ്റും താമസിക്കുന്നവരിൽ കൊല്ലേണ്ടവരുടെ പട്ടികയുമായാണ് ചെന്താമര എന്ന പഴയ ലോറി ഡ്രൈവറുടെ നടപ്പ്. ഇയാള് പറഞ്ഞിരിക്കുന്നത്, ഇയാള് ഒരു ഇയാളുടെ സുഹൃത്തിനെ കണ്ട് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു 2-3 പേരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്, 5 പേരുടെ വരെ പറയുന്നുണ്ട്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. സ്ത്രീകളുടെ ഒപ്പം പുരുഷന്മാർ ഹതഭാഗ്യർ എന്ന് കേട്ടാൽ അവരും ഇതിൽപ്പെടും. ഇപ്പം തന്നെ ഒരു കുടുംബത്തിലെ 3 പേരാണ് നഷ്ടപ്പെട്ടത്. ആ കുടുംബത്തിൽ ആ കുട്ടികളുടെ തേങ്ങൽ, ആ സത്യം പറഞ്ഞാൽ നമുക്ക് മാനസികമായി അത്രയും പ്രയാസമുണ്ടാകുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞു അടുത്ത ഒരു വ്ളോഗിലേക്ക് പോകുമ്പോൾ നമ്മളത് കഴിഞ്ഞു എന്ന് കരുതരുത്. ഇതിൻ്റെ ഒരു പുനർചിന്തനം സമൂഹവും ഇവിടുത്തെ രാഷ്ട്രീയവും ഭരണവും ചക്രം തിരിക്കുന്നവരൊക്കെ ചിന്തിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കുരുതിക്കളങ്ങൾ ഇനിയും കേരളത്തിൽ വളരും. ചെന്താമര എന്ന് കേട്ടാൽ ഒരു നാടിനാകെ ഭയമാണ്. അന്ധവിശ്വാസി, അടിമുടി ദുരൂഹവും വിചിത്രവുമായ സ്വഭാവപ്രകൃതം. കേരളം കേട്ടു പരിചയിച്ചിട്ടില്ലാത്ത തരം സൈക്കോ. ഒരു പുതിയ കുപ്പായമിട്ട് ചെന്താമരയുടെ കണ്ണിൽപ്പെട്ടാൽ ഏത് നിമിഷവും അയാൾ അവർക്ക് നേരെ വെട്ടുകത്തിയാണ്. ഇയാളത് കൊണ്ടുപോയി രാഗി അതിന് മൂർച്ച കൂട്ടുന്നു. അപ്പോൾ അയാളൊരു പ്രീ പ്ലാൻഡ് ആണ്. ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ അയാൾ ആക്രമിക്കുക എന്നുള്ളതല്ല, കൊല്ലുക എന്നുള്ള ലക്ഷ്യം അയാളുടെ മനസ്സിലുണ്ട്. വീശിയേക്കാം. സുധാകരനെയും കുടുംബത്തെയും മാത്രമല്ല, മറ്റു പലരെയും കൊന്നു തള്ളാൻ പദ്ധതിയിട്ടിരുന്നു ഇയാൾ. എന്തായാലും ഈ രക്ഷപ്പെട്ട് നടക്കുന്നവരുടെ മനസ്സിലെ ആദികളാണ്. ഇപ്പം അതാണ് നാട്ടുകാരിറങ്ങിയിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് 3 പേര് പോയി. ഇനി ഇയാളുടെ ലിസ്റ്റിൽ ചിലപ്പം 2-3 പറഞ്ഞു. ചിലപ്പോൾ അയാൾ ഈ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ എന്തായാലും തൂക്കുകയറ് വീഴും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അതുകൊണ്ട് അർത്ഥമില്ല ഇയാൾ വെളിയിൽ ഇതുപോലെ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യും. നാട്ടുകാർക്ക് അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇയാൾ മുമ്പും ഇത്തരം സ്വഭാവമുള്ളവരുണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ ഭീഷണിയാണ്. അതന്നെ ഇങ്ങനെ ഭീഷണിയാണ്, കൊല്ലും പറഞ്ഞിട്ട് ഭീഷണിയാണ്. അപ്പം ഇന്നലെ 2 മിനിറ്റ് തെറ്റിയതിനെ എന്നെയും കൊന്നിട്ടുണ്ട്. അവർ 3 പേര് ഞങ്ങളവിടെ 3 ആൾ വായിക്കും. ഞാൻ അപ്പോഴേക്കും എന്താ പറയുക, 1 മിനിറ്റ് വെച്ച് അയാളുടെ ആ രൂപം മാറുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് എത്തി. അയാൾ എന്തിനു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ ആർക്കും ഒരു വൈരാഗ്യമൊക്കെ പരാതിയില്ല. അവർ ഭാര്യയായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പണിക്കും പാട്ടിനൊക്കെ പോകും ചെയ്യുമോളൂ, അങ്ങനെയായിരുന്നു. ഇപ്പം അവള് ഇത് പറയുന്നത് ചെന്താമരൻ്റെ ഭാര്യ വിലാസിനി എന്നാണ് തോന്നുന്നു പേര്. അവർ ഇയാളിൽ നിന്ന് വിട്ടുപോയതിന് കാരണം ഈ മുടി നീട്ടി വളർത്തിയ സ്ത്രീകളാണ് എന്നാണ്. ഭാഗ്യമുള്ളവരൊക്കെ, മുടിയില്ലാത്തവർക്കൊക്കെ ഇയാളുടെ ലിസ്റ്റിൽ വരത്തില്ല. ഈ മന്ത്രവാദി പറഞ്ഞു കൊടുത്ത് ഇവർ കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു. അങ്ങനെയാണ് ഈ ചെന്താമരൻ്റെ ഭാര്യ വിട്ട് പോയത്. ആ ഒരു പ്രശ്നമാണ് ഇതിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. പോയിട്ട് 10 മാസമായി. ഇപ്പം ചേച്ചി മരിച്ചിട്ട് 6 വർഷമായി. അപ്പം ആ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പം അവർക്കാണെങ്കിൽ ബന്ധമുണ്ടാ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ താഴെ വീട്ടുകാർ. അപ്പം അയാളിപ്പോൾ വന്നിട്ട് 2.5 മാസമല്ലോ ആകുന്നുള്ളൂ. അയാൾക്ക് എന്ത് വൈരാഗ്യം ഞങ്ങൾ പറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലുള്ളത് ഞങ്ങൾക്കറിയും. ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്കറിയുന്നുള്ളൂ. എന്താ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, വെളിയിലൊന്നും ഇറങ്ങില്ല, ആരും ഇല്ലാത്ത നേരത്തെ. ഏതായാലും ചെന്താമരനെ പിടിക്കും. കാര്യം ഇപ്പോൾ പോലീസിനപ്പുറം നാട്ടുകാർ, കുട്ടികൾ ഉൾപ്പെടെയുള്ള സ്കൂൾ കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രിയിൽ ഇപ്പം പിടിച്ച് കാണുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ശരി, ചെന്താമരൻ ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടില്ല. കാട്ടിലാണ്. ഇയാൾ ആഹാരം കഴിക്കാതാണ്, ഇത്രയും വെള്ളം കുടിക്കാതാണ് നിൽക്കുന്നത്. കാട്ടിനകത്ത് ചിലപ്പോൾ വെള്ളം കിട്ടിയിരിക്കും. ഭക്ഷണം കഴിക്കാതെ അയാൾക്ക് നിലനിൽപ്പില്ല. അയാളെ പിടിക്കും. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ പോലും ഇതൊരു ചെന്താമര ആയിട്ട് മാറരുത്. ചെന്താമരൻ്റെ കേസ് ഇത് ഇയാളെ ഇനിയും ജാമ്യം എന്ന വ്യവസ്ഥ കൊടുക്കരുത് എന്നുള്ളതല്ല. ഇതുപോലെ സമൂഹത്തിൽ ഇടപെടുന്ന മറ്റുള്ള ഇതുപോലുള്ള ചെന്താമരനെ കൊണ്ടുള്ള നിരവധി ആൾക്കാരുണ്ട്.
ഇവർക്ക് എതിരെയുള്ള ഇവർക്ക് മാനസിക പരിവർത്തനം നടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ആ കുട്ടികളെ ഏറ്റെടുക്കും, അവരെ അനാഥരാകില്ല എന്നൊക്കെ ചർച്ചയിൽ നിലക്കിട്ട് അവർക്ക് ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും അമ്മുമ്മയും പോയി, ഇനി എന്ത് അവർ അനാഥരല്ല എന്ന് പറയാൻ പറ്റും? അവർ അനാഥരായി, ഇനിയിപ്പോൾ അവരെ സനാഥരാക്കാനൊന്നും ആർക്കും പറ്റില്ല. ജന്മത്ത് കുറച്ച് സാമ്പത്തികം കൊടുത്ത് നിലനിൽപ്പ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നതുകൊണ്ട് അവർ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇതുപോലെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പിഞ്ച് ഓമനകൾക്ക് അവരുടെ അച്ഛനും അമ്മയും അവരുടെ കുടുംബത്തിലെ ആരും തന്നെ നഷ്ടപ്പെടുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.